1980-കളിൽ മലയാള സിനിമയെ അടക്കിവാണ നടനാണ് ശങ്കർ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ രംഗപ്രവേശം ചെയ്ത ശങ്കർ പിന്നീട് കുറെ കാലം മലയാള സിനിമയെ ഭരിച്ചു. ശങ്കറിനെ ആരാധിച്ച കോളേജ് തരുണികൾ ഏറെ, ശങ്കറിനെ അനുകരിച്ച യുവാക്കൾ ഏറെ. ശങ്കർ തരംഗം തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ യുവാക്കൾക്ക് അറിയാം ശങ്കർ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്. പക്ഷേ കുതിച്ച് ഉയരുന്നതിന് ഒപ്പം തന്നെ ശങ്കറിന്റെ തളർച്ചയും തുടങ്ങി. ശങ്കർ അതിവേഗം വളരെ പെട്ടെന്ന് മലയാള സിനിമയിൽ നിന്ന് ഔട്ടാവുന്ന കാഴ്ച കണ്ടു. ശങ്കറിന്റെ പല സിനിമകളും, അവസാന കാലത്തിറങ്ങിയ പല സിനിമകൾ, അവസാനം ശങ്കർ ചെയ്ത പല സിനിമകളും വലിയ ഒരു പരാജയമായി മാറി. ആ പരാജയത്തിന് കാരണം എന്തെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രണയകഥയിൽ ചെന്നെത്തും. ശങ്കറും മേനകയുമായിരുന്നു അന്ന് താരജോഡികൾ. ശങ്കർ മേനകയെ കല്യാണം കഴിക്കണമെന്ന് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ അവർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാഗ്രഹമൊക്കെ ഫാൻസുകാർ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ ശങ്കർ യഥാർത്ഥത്തിൽ പ്രണയിച്ചത് മേനകയായിരുന്നില്ല. ശങ്കറിന്റെ പ്രണയിനി അംബികയായിരുന്നു. അംബികയും ശങ്കറും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് നാന അടക്കമുള്ള സിനിമാ വാരികകൾ ആഘോഷിച്ചു. ശങ്കറും അംബികയും തമ്മിലുള്ള പ്രണയം, ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ രഹസ്യം ഒക്കെ ആഘോഷിച്ചു. ആ ആഘോഷങ്ങൾ ഒന്നും കള്ളമായിരുന്നില്ല, സത്യമായിരുന്നു. ശങ്കറും അംബികയും തമ്മിൽ അഗാധമായ പ്രണയത്തിലായിരുന്നു. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അംബിക മലയാള സിനിമയിൽ നിന്നും തെന്നിന്ത്യൻ സിനിമയിലേക്ക് പടർന്നു കയറി. കമൽഹാസൻ, രജനീകാന്ത്, ചിരഞ്ജീവി തുടങ്ങിയ വലിയ മെഗാതാരങ്ങളുടെ നായികയായി അവർ മാറി. അംബികയ്ക്ക് പിന്നാലെ അവരുടെ അനുജത്തി രാധയും സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. ഇരുവരും തെന്നിന്ത്യയിലെ സൂപ്പർ നടികളായി മാറി. അംബികയ്ക്ക് പിന്നീട് ശങ്കറിനെ വേണ്ടതായി. അതാണ് ശങ്കറിന്റെ മനസ്സ് തകർത്തതും ശങ്കറിന്റെ സിനിമാ ജീവിതം തകർത്തതും എന്ന് വ്യക്തമാണ്. അക്കാലത്തെ പത്രപ്രവർത്തകരിൽ പലരും അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അന്തരിച്ച മധു വൈപ്പനെ പോലെയുള്ള പത്രപ്രവർത്തകരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അംബികയും ശങ്കറും തമ്മിലുള്ള പ്രണയവും, ശങ്കറിനെ അംബിക ഉപേക്ഷിച്ചതും, അംബിക സൂപ്പർ നടിയായി വളർന്നതും, മലയാളത്തിലെ സൂപ്പർ നടനായിരുന്ന ശങ്കർ ഒന്നുമല്ലാതെ വിസ്മൃതിയിലേക്ക് പോയതും ഒക്കെ. ശങ്കറിന് ഒരു തിരിച്ചുവരവ് പിന്നീട് അപ്രാപ്യമായിരുന്നു. ആ പ്രണയ തകർച്ച ശങ്കറിനെ വല്ലാതെ വേട്ടയാടിയിരുന്നു. ശങ്കർ ഇപ്പോഴും സിനിമയിൽ ചെറു വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ശങ്കറിന് ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. അംബികയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ശങ്കർ ഇങ്ങനെ തകരുമായിരുന്നില്ല. അംബികയുമായുള്ള പ്രണയ നൈരാശ്യം മറക്കാൻ വേണ്ടി ശങ്കർ മറ്റൊരു പ്രണയത്തിൽ ഏർപ്പെട്ടു. അത് ഇംഗ്ലണ്ടിലുള്ള ഒരു സൈക്കോളജിസ്റ്റോ ഒക്കെയാണ്. അവരെ വിവാഹം കഴിച്ചു. ആ വിവാഹവും വലിയ കാലം നീണ്ടു നിന്നില്ല. ശങ്കറിന്റെ ദാമ്പത്യ ജീവിതങ്ങൾ ഓരോന്നോരോന്നായി പരാജയപ്പെടുന്ന കഥകളൊക്കെ പല കോണുകളിൽ നിന്ന് കേട്ടു. എന്തായാലും ശങ്കറിനെ പോലെ ഒരു പാവം മനുഷ്യൻ മലയാള സിനിമയിലില്ല. വെറും പാവം. അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് ചുനക്കൻ രാമൻകുട്ടി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ ചെന്നപ്പോൾ ചുനക്കൻ രാമൻകുട്ടി പറഞ്ഞത് ഈ ശങ്കർ വെറും പാവം, അദ്ദേഹത്തിനെ പറ്റിക്കാൻ എളുപ്പമാണ്, പണത്തോട് ആസക്തി ഇല്ലാത്തതുകൊണ്ട് ഈ അന്നത്തെ കാലത്തെ സംവിധായകരെല്ലാം ചുളുവിൽ ഡേറ്റ് വാങ്ങിച്ച് അദ്ദേഹത്തെ കൊണ്ട് അനാവശ്യ പടങ്ങൾ ചെയ്യിച്ചു. മാത്രമല്ല അംബികയുമായുള്ള പ്രണയം അദ്ദേഹത്തെ തകർത്തു. സിനിമയിൽ നല്ലൊരു സെലക്ഷൻ അദ്ദേഹം നടത്തിയില്ല എന്നൊക്കെ ചുനക്കൻ രാമൻകുട്ടി സാർ അന്ന് എന്നോട് പറഞ്ഞു. ശങ്കർ നല്ല മനുഷ്യനാണ്. അന്നും ഇന്നും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന നല്ല നടൻ. പക്ഷേ അദ്ദേഹത്തിന് കരിയറിൽ ബ്രേക്ക്
ബ്രേക്കാവുന്ന ഒരു കഥാപാത്രത്തെ സമ്മാനിക്കാൻ മലയാളത്തിലെ സംവിധായകർ ശ്രമിച്ചില്ല. അംബികയുമായുള്ള പ്രണയ തകർച്ചയോടുകൂടി ശങ്കർ മലയാള സിനിമ വിടുന്ന കാഴ്ചയും കണ്ടു.